ദേശീയ പുരസ്കാരം ലഭിച്ച സുരാജ് വെഞ്ഞാറമൂടിനെ മലയാള സിനിമയുടെ കൊടുമുടികൾ താണ്ടിയ നടൻ ശ്രീ നെടുമുടി വേണു സുരാജിനെ എങ്ങനെ ആശംസിക്കുന്നു എന്ന് നോക്കാം. എന്തായത്? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഇവിടെ ഒരാൾ പറയുകയുണ്ടായി ഞാനെന്തോ കൊടുമുടി താണ്ടി നടനാണെന്ന്. കൊടുമുടി പോയിട്ട് ഒരു ചെറിയ കുന്നുപോലും താണ്ടാനുള്ള ആരോഗ്യം എനിക്കില്ല. എന്താ ഉണ്ടോ? ഉവ്വോ, നിസ്സാര കാര്യമല്ല. സ്റ്റേജിൽ മിമിക്രി കാണിച്ചു നിന്നു പയ്യൻ മലയാള സിനിമയിൽ എത്തുക, ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനെന്ന പുരസ്കാരം കരസ്ഥമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സുരാജിനെ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രവേദിയുടെ ഇതിഹാസമായ സകലകലാ വല്ലഭനായ കമൽഹാസൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മലയാളികളെയും മലയാള സിനിമ ഇൻഡസ്ട്രിയെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ആം ആൾസോ എ മലയാളി. ഞാൻ നിറയെ മലയാള പടങ്ങളിൽ നടിച്ചിരിക്കും. എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കൂടുതലും മലയാള സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. സുരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. മിമിക്രിയിൽ നിന്നും വന്ന ഒരു കലാകാരനാണ് സുരാജ് വെഞ്ഞാറമൂട്. My friend Mr. Jairam is also from mimicry. I really appreciate you, Mr. Suraj. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അതും നായകനായിട്ട് അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ടുള്ള നടനാണ് പ്രേം നസീർ. നസീർ സാറിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങൾ ഞാനിവിടെ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. രാധേ, അപ്പം നിൻ്റെ കുണുങ്ങിയുള്ള നടത്തവും നിൻ്റെ ശൃംഗാരഭാവമൊക്കെ കാണുമ്പോൾ ഞാനാകെ കോരിത്തിരിച്ചു പോകുകയാണ്. അപ്പം ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ അപ്പം എന്ത് രസമാണ് രാധേ. അപ്പം ആരൊക്കെ എതിർത്താലും അപ്പം എന്തൊക്കെ സംഭവിച്ചാലും അപ്പം നിൻ്റെ കഴുത്തിൽ ഒരു പുരുഷൻ താലി ചാർത്തുന്നുവെങ്കിൽ അത് ഞാനായിരിക്കും. ചിരിക്കൂ മണ്ടിപ്പെണ്ണെ, ചിരിക്കൂ. അച്ഛനെന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ ആ സ്ത്രീമ വഴക്കിടുമ്പോൾ ആ സ്ത്രീ അച്ഛനുമായിട്ട് വഴക്കിടുന്നു. ചെ അമ്മേ, അമ്മയുടെ പുന്നാരമോൻ വന്നു അമ്മേ, കണ്ണു തുറന്ന് നോക്കൂ അമ്മേ. എന്നെ 10 മാസം വയറ്റിലിട്ട് കൊണ്ട് നടന്ന് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയാണോ ഈ കിടക്കുന്നത്? അമ്മേ, അമ്മേ, അമ്മേ. അനശ്വരനായ നടൻ ജയൻ. ഗായത്രി ദേവിയെ, നിങ്ങളെന്നെ അത്രയ്ക്ക് കണ്ട് ആകർഷിച്ചു കളഞ്ഞു. എല്ലാ പുരുഷന്മാരും കലാഹൃദയമില്ലാത്തവരാണ് ധരിക്കരുത്. അങ്ങനെ അല്ലാത്തവരുമുണ്ടെന്ന് തെളിയിക്കാൻ എനിക്കൊരവസരം തന്നൂടെ? ഗായത്രി ദേവി, എനിക്ക് നിങ്ങളെ അത്രയ്ക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ സംഗീതം കേൾക്കണം. നിങ്ങളുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്കകളുടെ നാദം കേൾക്കണം. ഈ എളിയ കലാസ്വാദകൻ്റെ അഭ്യർത്ഥന അങ്ങ് സ്വീകരിക്കില്ലേ? പറയൂ ഗായത്രി ദേവി, പറയാൻ. സിനിമ